ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ഡെലിവറി ബോയിൽ നിന്നും വൈമാനികനിലേക്ക് ഹൈസിൽ ജെബിനിന്റെ മോഹങ്ങൾക്ക് ശരവേഗം. 10 വർഷത്തിലേറെ മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ആകാശം മുട്ടെ പറന്നുയരുമ്പോൾ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശി ഹൈസിൽ ജെബിൻ. കൊമേഴ്ഷ്യൽ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി വൈമാനികന്റെ യൂണിഫോം അണിയാൻ ഒരുങ്ങുന്ന ഈ യുവാവിന്റെ ജീവിതകഥ പോരാട്ടങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉദാഹരണമാണ്. ബാല്യം മുതൽക്കേ വ്യോമയാന മേഖലയോട് താൽപ്പര്യമുണ്ടായിരുന്ന ജെബിന് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ ആകണമെന്നായിരുന്നു മോഹം. എന്നാൽ +2 ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠനത്തിനാണ് ചേർന്നത്. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇന്ത്യൻ സായുധ സേന പൈലറ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത്. അതോടെ സായുധ സേനയിൽ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിനിടെ ജീവിത ചെലവുകൾക്കായി കൊച്ചിയിലെ സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറി പാർട്ട്ണറായി ജോലി ചെയ്തു. ജോലിയോടുള്ള ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പ്രശംസ നേടിയ ജെബിൻ പിന്നീട് ബാംഗ്ലൂരിലുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലിക്ക് ചേർന്നു. എന്നാൽ കോവിഡ് കാലം സ്വപ്നങ്ങളെ തച്ചുടച്ചു. 2020 കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ ദുബായിലായിരുന്ന പിതാവ് ഹബീബ് ഹൃദയാഘാതത്തെ തുടർന്ന് കിടപ്പിലായി. പിതാവിനെ നാട്ടിലെത്തിച്ച് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും ജെബിൻ ഏറ്റെടുത്തു. 1 വർഷത്തിലേറെ പിതാവിനെ പരിചരിച്ചെങ്കിലും 2ാം കോവിഡ് തരംഗത്തിനിടെ പിതാവ് മരണത്തിന് കീഴടങ്ങി. അതിനോടൊപ്പം ജെബിന് അധ്യാപക ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനിടെ 27 വയസ്സ് പൂർത്തിയായതോടെ ഇന്ത്യൻ വ്യോമസേനയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയും പിന്നിട്ടു. പിതാവിനെയും ജോലിയെയും വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നത്തെയും ഒരുമിച്ച് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ തളർത്തിയെങ്കിലും മനസ്സ് കീഴടങ്ങിയില്ല. സ്വപ്നത്തിലേക്കുള്ള വഴി മാറ്റാനായിരുന്നു ജെബിന്റെ തീരുമാനം. വാണിജ്യ പൈലറ്റ് ആകുക എന്ന ലക്ഷ്യവുമായി മെന്റർമാരുടെ സഹായത്തോടെ ഫിലിപ്പീൻസിലെ ഫാസ്റ്റ് ഏവിയേഷൻ അക്കാദമിയിൽ ചേർന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും വെല്ലുവിളിയായി. വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിനായി 2 വർഷത്തോളം ബാങ്കുകളുടെ പടിക്കലുകൾ കയറിയിറങ്ങേണ്ടി വന്നു. ഒടുവിൽ 2024 ഡിസംബറിൽ ഫിലിപ്പീൻസിലെത്തി പരിശീലനം ആരംഭിച്ച ജെബിൻ ഈ വർഷം ആദ്യം സ്വകാര്യ പൈലറ്റ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഈ എയർക്രാഫ്റ്റിൻ്റെ ഫീൽഡിലേക്ക് എങ്ങനെ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ച് തുടങ്ങി. ഈ ലൊക്കാലിറ്റിയിൽ ഈ പരിസരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ക്യാപ്റ്റൻ നാസർ ഷംസുദ്ദീൻ ഉണ്ട്. വെള്ളാങ്കല്ലൂരാണ് ആളുടെ സ്വദേശം. അപ്പോൾ ആളൊരു പൈലറ്റാണെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു, എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസും തന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഒരുപാട് ചിലവ് വരുന്നതുകൊണ്ട് ഞാനതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗൈഡൻസ് വഴി ഈ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ഫ്ലൈ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ആൾക്കാർ ഒരുപാട് ആംഡ് ഫോഴ്സിലുണ്ടായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ എന്നെ അയക്കുകയും ഞാൻ അവരോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ അവരുടെ ഒരു ഗൈഡൻസും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിക സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ കമാൻഡൻറ്റ് ദേവരാജ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രുതി ദേവരാജ്, ഇവരൊക്കെ എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആംഡ് ഫോഴ്സസിലേക്ക് ഒരുപാട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അതിലും സെലക്ഷൻ ആവാതെ ഇൻ്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു. പക്ഷേ മെറിറ്റ് ലിസ്റ്റിൽ പേര് വരാതായപ്പോഴാണ് പിന്നെ ഇത് പ്രൈവറ്റായിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ വീണ്ടും നാസർക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിലവിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകുന്നതിനായുള്ള തുടർ പരിശീലന ഘട്ടങ്ങളിലാണ്. കൊടുങ്ങല്ലൂരിലെ അത്താണിയിൽ മാതാവ് സഫിയയോടൊപ്പം താമസിക്കുന്ന ഹൈസിൽ ജെബിന്റെ സഹോദരൻ UK-യിലും സഹോദരി കൊച്ചിയിൽ ബിരുദ പഠനവും തുടരുകയാണ്. 29ാം വയസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിന് ചിറക് നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഈ യുവാവ്. അസാധ്യമായി ഒന്നുമില്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് ഹൈസിൽ ജെബിൻ. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ.
എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.